നമസ്കാരം. ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ ഡിഷ് ഉണ്ടാക്കിയാലോ? നത്തോലി പീര വെച്ചത്. അപ്പോൾ ഇത് വന്നിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്. കുഞ്ഞി മീനുകളിൽ അടിപൊളിയായിട്ടുള്ള ഫിഷാണ്. നത്തോലി കൂടുതലും എന്താ പറയുക, ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ ആൾക്കാർ പ്രിഫർ ചെയ്യും. ഈ പീര ഒതിക്കാനും അടിപൊളിയാണ് കേട്ടോ. നത്തോലി പീര വെക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോവല്ലേ, ജസ്റ്റ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ക്രഷ് ചെയ്യുന്ന ടൈമിനുള്ളിൽ നമ്മളുടെ ഈ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എയും ഡിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫിഷാണ്. അതുപോലെ ഇതിൻ്റെ അതിൻ്റെ മുള്ളെന്ന് പറയുന്നത് കാൽഷ്യം ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലുകൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പം ഡയറ്റിൽ നമ്മൾ ഭക്ഷണത്തിൽ നത്തോലി ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളി നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ടു. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ കേട്ടോ. ഇത്ര ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൈ കൊണ്ട് നല്ലതുപോലെ ഇത് തിരുമ്മി കൂട്ടണം. നല്ലപോലെ തിരുമ്മി ആ ഉള്ളിയും തേങ്ങയും പച്ചമുളകും എല്ലാത്തിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് എടുക്കാം. അപ്പോൾ ഈ നത്തോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്. അതിൻ്റെ മുള്ളൊക്കെ ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്കതിങ്ങനെ കടിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ ബോണിൽ കേട്ടോ. അപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ പുളിയും കൂടി ഇട്ടു. പുളി ഇട്ടിട്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് ഇതാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നേ ഉള്ളൂ. അതിനകത്തേക്കാണ് നമ്മളുടെ നത്തോലി ഫിഷ് ഇട്ട് കൊടുക്കുന്നത്. ഫിഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫിഷും കൂടി ആ അരപ്പിൻ്റെ കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തല്ലി പൊത്തി വെക്കുക എന്ന് പറയും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊത്തി വെച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കണം. കുറച്ച് നേരം അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്ന് തുറന്ന് അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒരുപാട് കൂടി പോരുത്, കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ആ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അധികം ആയിക്കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞു പോകും ഫിഷ്. പെട്ടെന്ന് വേകുന്ന ഫിഷാണ്. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മളുടെ ആ ഫിഷ് അരപ്പും കൂടി ഉള്ളത് നമ്മൾ ജസ്റ്റ് എടുത്ത് വെക്കും. അപ്പോൾ അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കും, ഒരു പ്രിക്വേഷന് വേണ്ടിയിട്ട്. എങ്ങാനും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, പെട്ടെന്ന് എന്ത് ചെയ്യും, അടിക്കെങ്ങാനും പിടിച്ചു പോകുമെന്നുള്ള പേരിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് തല്ലിപ്പൊത്തി വെച്ച് നമ്മൾക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ള ടൈമാണ്. അധികം സമയമൊന്നുമില്ല, ഒരു 10 മിനിറ്റിനകത്തൊക്കെ പെട്ടെന്നാവും നമ്മളുടെ ഫിഷ്. ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നന്നായിട്ടാവും. ഞാൻ പെട്ടെന്ന് ഒന്ന് നോക്കിയപ്പോഴേക്കും ആ ഒരു അരപ്പൊക്കെ ഇങ്ങനെ എന്താ പറയുക വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ആ പീരയുടെ നടുക്കിൽ ഇങ്ങനെ വന്ന് കിടക്കുന്ന അതിൻ്റെ ചാറില്ലേ, അതെനിക്ക് പണ്ട് തുടങ്ങിയ ഇഷ്ടം. അപ്പം പണ്ട് അമ്മച്ചി ഇങ്ങനെ പീര വയ്ക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ടൊരു പാത്രം കൊണ്ട് നിൽക്കും ഈ ചാറ് എനിക്ക് വാരിത്തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതാണ്. അങ്ങനെ നമ്മളുടെ ആ ഒരു ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ വെർഷനിലുള്ള ഒരു കുഞ്ഞി പീരയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ബൈ ബൈ, സീ യു.